അപ്പോൾ ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു സംഭവം വീട്ടിൽ ചെയ്ത് നോക്കാൻ പോകണം. ഈ 4 ബ്രൂവും വെച്ചിട്ട് ഒരു ക്യാപ്പിച്ചീനോടെ ക്രീം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിന് പഞ്ചസാരയും വെള്ളവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ബ്രൂസും നമുക്ക് പൊട്ടിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാവരും സ്പൂൺ കൊണ്ടും ബീറ്റർ വെച്ചൊക്കെയാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് ബ്രൂ എല്ലാം കൂടെ പൊട്ടിച്ച് ഇങ്ങനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി റെഡിയായത്. ഇവിടെ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ചൂട് പാലാണല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്, അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. ആ ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് പകരം ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയാനായിട്ട് നമുക്ക് തുറന്നു നോക്കാൻ പോവാണ്. ഞാൻ ഇതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ക്യാപ്പച്ചീനോ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം എല്ലാവരും നമ്മുടെ പഞ്ചസാരയും ബ്രൂവും കൂടെ എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തോ അങ്ങനെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ഒക്കെ ബീറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ഇനി വെള്ളം പോലെ ആയോ പത പോലായോ ഐ ഡോണ്ട് നോ. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആണ്. നോക്കട്ടെ അമ്മേ, ഫ്ലോപ്പായോ എന്തോ. തുറക്കാനും പറ്റുന്നില്ല നമുക്ക്. നോക്കട്ടെ. ഓ, സെറ്റായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാ കണ്ടാ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ, നല്ല ഒരു ക്രീം പോലെ വന്നിട്ടുണ്ട്, ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനി നല്ല സ്മെല്ലും വരുന്നു, ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ലൊരു ക്രീം പോലെ കേട്ടോ. എനിക്ക് കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു കേട്ടോ, നല്ല കറക്റ്റ് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാവേ. സത്യം പറഞ്ഞാൽ പാലൊഴിക്കുന്ന കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല, വീഡിയോ ഓഫ് ആയി പോയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ ശേഷമുള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത്. നല്ല കറക്റ്റ് ഒരു ക്യാപ്പിച്ചിനോടെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാനതിന് ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തേ. സംഭവം എന്തായാലും സക്സസ് ആണെന്ന് മനസ്സിലായല്ലോ. എന്തായാലും സൂപ്പറായിരുന്നു. എൻ്റെ ടേസ്റ്റ് വൈസ് നോക്കാനാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ക്യാപ്പിച്ചിനോ കുടിക്കുന്ന പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, യാതൊരു കുഴപ്പമില്ല. ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആകുമോ അല്ലെങ്കിൽ സക്സസ് ആകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എനിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചൊരു സംഭവമാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.